റൂമിലേക്ക് നോക്ക് അച്ഛാ, ഞാൻ പഠിക്കുന്ന നേരത്തെ എപ്പോഴും എന്നെ ഡിസ്റ്റർബ് ചെയ്യും. എടാ സിവിലിന് പഠിക്കുന്ന നിനക്കെന്തിനാടാ സിനിമ? സിവിൽസിലെ സിനിമ ഒരു പാർട്ടാണ് അച്ഛാ. ഇപ്പൊ അതിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ തുടങ്ങി. ഗൗതം, ഇന്ന് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ ദോശയാ. ഞാൻ കോഫി വെച്ചപ്പോ അവനാണോ ടിഫിൻ കൊടുക്കുന്നത്? ഓ, അവൻ ചെറിയ കുട്ടിയല്ലേ, വിശപ്പൊന്നും സഹിക്കില്ല. അല്ല, ഈ ടിഫിൻ അവന് മാത്രമാണോ കോളനിക്ക് മൊത്തമാണോ? പാവം, അവൻ ചെറിയ കുഞ്ഞല്ലേ, കണ്ണു വെക്കല്ലേ. അർദ്ധരാത്രിയിൽ മദ്യപിച്ച് റോഡിൽ പ്രശ്നമുണ്ടാക്കുന്ന ചെറുപ്പക്കാർ. ഇവരിങ്ങനെ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നത് ഇവരുടെ മാതാപിതാക്കൾക്ക് അറിയോ? ഈ വിഷ്വൽസ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ സത്യം മനസ്സിലാകും. പക്ഷെ ഇവരുടെ പാരന്റ്സ് ഇത് അറിഞ്ഞാൽ രാവിലെ ആക്ഷൻ പടം കാണാം, എന്നിട്ട് രാത്രി ആക്ഷനിൽ ഇറങ്ങാം. നീ ചെയ്യുന്നൊക്കെ നോക്കടാ. അല്ല അച്ഛാ, ഒരു പെൺകൊച്ചിനെ രക്ഷിച്ചതാ. ഞാൻ രാത്രി പറഞ്ഞില്ലേ? നീ പറഞ്ഞ പോലെ പെണ്ണൊന്നും ഇല്ലല്ലോ. അടുത്ത് വരും, വെയിറ്റ് ആൻഡ് വാച്ച്. എടാ, ഇത് മുംബൈയാടാ. ഇവിടെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിലൊക്കെ കൊണ്ടുപോയി തലയിട്ടാലേ പിന്നെ നിന്റെ കഴുത്തങ്ങ് അറുത്ത് മാറ്റും. ഇവരിങ്ങനെ ചെയ്യാനുള്ള കാരണം പാരന്റ്സ് ആണ്. എടാ, നീ കാരണം ഞങ്ങൾക്കാടാ ചീത്ത പേര്. ഞാൻ നല്ല കാര്യം അച്ഛാ ചെയ്തത്. നല്ല കാര്യം ചെയ്ത പ്രശംസയ്ക്ക് ഇങ്ങനെ ചീത്ത പറയല്ലേ ചെയ്യാ. അച്ഛന് പറഞ്ഞ മനസ്സിലാവില്ല. എന്തിനാ ഈ പറയുന്നത്? എടാ, വീട്ടിലിരിക്കാതെ എങ്ങോട്ടാടാ ഈ പോകുന്നേ? അച്ഛൻ ആ BP ടാബ്ലറ്റ് എടുത്ത് കൊടുക്കും. പാവം, അവൻ വിശപ്പ് സഹിക്കില്ല. എന്തിനെങ്ങനെയൊക്കെ പറഞ്ഞു? അവൻ എന്താടി ബാക്കി വെച്ചിരിക്കുന്നേ? ചൂടായിട്ട് ഒരു കാഫി താ. ഒന്ന് പോയേ, നിങ്ങൾക്ക് കോഫി ഇല്ല, ടീയും ഇല്ല. ചേട്ടാ, ഒരു ഹാഫ് പാക്കറ്റ് ലൈറ്റ്സ്, പിന്നെ ഒരു ചുവിങ്ങോ. ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയ? ആരും തന്നതല്ല, ഇതെന്റെ കുഞ്ഞാ. ഞങ്ങൾക്കറിയാം, ഇത് അനാഥാശ്രമത്തിലെ കുട്ടിയാണ്. സത്യം പറ. ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? രാവിലെ തന്നെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? സാറേ വല്ലതും തരണേ. സാറേ വല്ലതും താ സാറേ. വിശന്നിട്ട് വയ്യ സാറേ. സാറിന് എത്ര നല്ല മനസ്സാ നോക്ക്. നിങ്ങൾക്കും മനസ്സുണ്ടെങ്കിൽ ഒരു 100 രൂപ തന്നിട്ട് പോന്നേ. 100 രൂപയല്ല, 100 വർഷം തന്നെ ജയിലിലിടാം. ഹലോ ഹലോ, ഞങ്ങൾ പോലീസ് സ്റ്റേഷനാ സംസാരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പറയൂ സാറേ. ഇത് വിശ്വനാഥനല്ലേ? അതെ, ഞാൻ വിശ്വനാഥനാണ്. MS-3028. അതെ സാറേ, എന്റേതാ. നിങ്ങളുടെ മോനെയും വിളിച്ചോണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരൂ. ഇൻസ്പെക്ടറെ നിങ്ങളെ ഒന്ന് കാണണമെന്ന് ഓക്കെ പറഞ്ഞു. സാർ, എന്താണെന്ന് പറയൂ സാർ. ഹലോ, എടാ ഗൗതം, എക്സാംസ് എടുക്കാം. ഗൗതം. ഒരു മിനിറ്റ്, ഞാൻ തിരിച്ചു വിളിക്കാം. അച്ഛാ, മോനെ, നീ എന്താടാ ചെയ്തു വെച്ചിരിക്കുന്നത്? പോലീസ് സ്റ്റേഷനും ഫോൺ വന്നു. സ്റ്റേഷനിൽ നിന്നോ? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒന്നും ചെയ്തില്ലെങ്കിൽ എന്തിനാ അവര് സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നത്? എനിക്കറിയില്ലല്ലോ അച്ഛാ. ഇന്നലെ രാത്രി നടന്ന പ്രശ്നമായിരിക്കും. ഞാൻ പോയിട്ട് വരാം. ഞാനും വരാം. അച്ഛൻ അങ്ങോട്ട് വരണ്ട. അമ്മയുടെ കാര്യം പറയണ്ട കേട്ടോ. മോനെ, ഞാൻ പെട്ടെന്ന് വരാം. എന്റെ പേരിൽ ആരാണ് സർ കംപ്ലൈന്റ് എന്നത്? ഇവരാ നിങ്ങളുടെ മേലെ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. ആര് ഇവരോ? ഞാനെന്താ ചെയ്തേ? സംസാരിക്കാൻ പറ്റില്ല. നിങ്ങളെ പോലത്തെ ആളുകൾ കാരണം ഈ ബെഗേഴ്സ് കൂടുന്നത്. അവര് യഥാർത്ഥത്തിലുള്ള ബെഗേഴ്സ് ആണോ അല്ലയോ എന്ന് പോലും ഉറപ്പിക്കാണ്ട് നിങ്ങൾ പൈസയും കൊടുത്തിട്ട് പോകുന്നു. എന്തിനാ ടെൻഷൻ ആവുന്ന? 500 രൂപ കൊടുത്തേ. എന്റെ സ്ഥാനത്ത് SI ആയിരുന്നെങ്കിൽ 1000 രൂപ കൊടുത്തേനെ. ഹലോ, ഞാനത്ര റിച്ച് ഒന്നും അല്ല. എന്നെ വിട്ടേക്ക്. അവർക്ക് എന്തിനാ അത്ര കാശ് കൊടുത്ത് അവരെ എൻകറേജ് ചെയ്യുന്നത്? അത് പറ. ബർത്ത്ഡേ ആണ് സർ. ഒരു ഹാപ്പി മൂഡില് ചെറിയ കുട്ടിയെ കണ്ടുകൊണ്ട് എന്നാലും ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഒരു തെറ്റാണോ സർ? പറയൂ, തെറ്റാണോ? തെറ്റ് തന്നെയാ. നിങ്ങൾ ഇതുപോലെ എൻകറേജ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇവർ അനാഥ കുട്ടികളെ വാടകയ്ക്ക് എടുത്ത് ഭിക്ഷ എടുക്കുന്നത്. കുട്ടികളുടെ ഹെൽത്തിനും അത് നല്ലതല്ല. ഇയാൾ അറസ്റ്റ് ചെയ്യണം സർ. ഇയാൾക്ക് കിട്ടുന്ന ശിക്ഷ കാരണം ഇനി ഇങ്ങനെയുള്ള ആളുകൾക്ക് പൈസ കൊടുക്കാൻ പേടിക്കണം. നോക്കേ, പോലീസ് സ്റ്റേഷനിൽ ആരും ശിക്ഷയൊന്നും കൊടുക്കില്ല. കോർട്ടിലോട്ട് ചെല്ല്. അവിടെ പോയി പറ. കോർട്ടിൽ കൊണ്ടുപോയി നിർത്തിയാൽ ഇവനൊക്കെ പാഠം പഠിക്കും. മോള് ചെല്ലാൻ നോക്ക്. മിനിമം ലൈഫ് സെന്റൻസ്. പറ്റിയ ഹാങ്കിങ്. വായടക്കട. മോള് ചെല്ലാൻ നോക്ക്. എന്തുവാ സാർ ഇതൊക്കെ? അറസ്റ്റ്, ഹാങ്, കോർട്ട്, 500 അല്ലേ കൊടുത്ത്? എന്താ സാർ ഇത്?
അതെ ആദ്യം നീ നിന്റെ അച്ഛൻ്റെ അടുത്തുനിന്നേ പോക്കറ്റ് മണി വാങ്ങിക്കുന്നത് നിർത്താൻ നോക്ക. സാർ ഒന്ന് വേഗം ചെല്ലാൻ നോക്കടോ. അവളെങ്ങാനും വീണ്ടും വന്നാലുണ്ടല്ലോ നിന്നെ നടു റോഡി വെച്ച് തൂക്കിലിടണമെന്ന് സമരം ചെയ്യാനും സാധ്യതയുണ്ട്. ആദ്യം ചെല്ല്. ഓക്കെ, താങ്ക് യു സാർ. ഓരോരുത്തന്മാര് വന്നോളും. സർ ഞങ്ങളെ വിട്ടേക്ക് സർ. വീണ്ടും നീ ഇതുപോലെ ഒരു തെറ്റ് കാണിച്ച 10 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായോ? ചെല്ലടാ. അയ്യോ, വെറുതെ പോയില്ല. എന്നാ പോവാം. മിണ്ടാതെ ബൈക്ക് എടുത്ത് പോടാ. ഏയ്, എന്തിനാ ഫോട്ടോ എടുക്കുന്ന? ഞാൻ സോറി പറഞ്ഞല്ലേ. ഇവനെ എങ്ങനെ വിടാൻ പാടില്ല, നല്ലത് കൊടുക്കണം.